ദാനിയേൽ 12-ാം അധ്യായത്തിലെ അന്തിക്രിസ്തുവിന്റെ കാലത്തെ 3 തരത്തിലുള്ള കാലങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വിവരണമാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. 11-ാം വാക്യം, നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ 1290 ദിവസം ചെല്ലും. 1335 ദിവസത്തോളം കാത്ത് ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ. ഇക്കാര്യത്തെ പറ്റിയാണ് ഇപ്പോൾ പറയുന്നത്. ഇത് അതുകൂടാതെ വേറൊരു കാര്യം കൂടി ഇതിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരുവൻ ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷനോട് ഈ അതിശയ കാര്യങ്ങളുടെ അവസാനം എപ്പോൾ വരുമെന്ന് ചോദിച്ചു. ശണവസ്ത്രം ധരിച്ച് നദിയിലെ വെള്ളത്തിന്മേൽ നിൽക്കുന്ന പുരുഷൻ വലം കൈയും ഇടം കൈയും സ്വർഗ്ഗത്തിലേക്ക് ഉയർത്തി എന്നേക്കും ജീവിച്ചിരിക്കുന്നവനാണ്. ഇനി കാലവും കാലങ്ങളും കാലാർത്ഥവും ചെല്ലും. അവർ വിശുദ്ധ ജനത്തിന്റെ ബലത്തെ തകർത്ത് കളഞ്ഞ ശേഷം ഈ കാര്യങ്ങളൊക്കെയും നിവൃത്തിയാകും എന്നിങ്ങനെ സത്യം ചെയ്യുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഇത് കാലവും കാലങ്ങളും കാലാർത്ഥവും എന്ന് പറഞ്ഞാൽ 1 കൊല്ലം, 2 കൊല്ലം, പിന്നെ അരക്കൊല്ലം, അതായത് 3.5 കൊല്ലം, അതായത് 1260 ദിവസത്തെ പറ്റിയാണ് ഈ പറയുന്നത്. പിന്നെ ഇവിടെ പറയുന്നത് 1290 ദിവസത്തെ പറ്റി പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് 1335 ദിവസത്തെ പറ്റി പറയുന്നു. ഈ 2 കാര്യങ്ങളും തുടങ്ങുന്ന സമയം പറയുന്നത് നിരന്തര ഹോമയാഗം നിർത്തലാക്കുകയും ശൂന്യമാക്കുന്ന മ്ലേച്ഛബിംബത്തെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന കാലം മുതൽ എന്നാണ് പറയുന്നത്. അത് ഈ 1335 ദിവസവും അതുപോലെ തന്നെയാണ്. അപ്പൊ ആ കാലത്തെ പറ്റി നമുക്ക് ചിത്രത്തിലൊന്ന് നോക്കാം. ഇതാണല്ലോ നമ്മുടെ റിവലേഷൻ ചാർട്ട്. ഇതാണ് ഈ അന്തിക്രിസ്തുവിന്റെ കാലം എന്ന് പറയുന്നത്. അതായത് ഡാനിയേൽസ് 70th week, 7 years പീരീഡ്. ആദ്യത്തെ 3.5 കൊല്ലം, ഇത് 2ാമത്തെ 3.5 കൊല്ലം. അതിൽ ഇപ്പോൾ പറഞ്ഞ കാര്യം, അതായത് 1260 ദിവസം പറഞ്ഞു, 1290 ദിവസം പറഞ്ഞു, 1335 ദിവസം പറഞ്ഞു. ഇതിൽ പറഞ്ഞ കാലവും കാലങ്ങളും കാലാർത്ഥവും എന്ന് പറഞ്ഞത് അന്തിക്രിസ്തുവിന്റെ അവസാനത്തെ 3.5 കൊല്ലത്തെ പറ്റിയാണ് പറയുന്നത്. 1260 ദിവസം, അതായത് 3.5 കൊല്ലം. സെക്കൻഡ് ഹാഫ് തുടങ്ങുന്ന ഈ പോയിന്റിൽ നിന്ന്. ആദ്യത്തെ 3.5 കൊല്ലം കഴിഞ്ഞ ഉടനെ തുടങ്ങുമല്ലോ, അത് മുതൽ ഇവിടെ വരെ ഇതിനെയാണ് 1260 ദിവസം എന്ന് പറയുന്നത് മാർക്ക് ചെയ്തിട്ടുണ്ട്. അടുത്ത് പറഞ്ഞിരിക്കുന്ന 1290 ദിവസം, അത് പറഞ്ഞിരിക്കുന്നത് ശൂന്യമാക്കുന്ന മ്ലേച്ഛത വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ എന്നൊരു വാക്യം പറയുന്നില്ലേ, ആ സമയത്താണ് ഈ 1290 ദിവസം തുടങ്ങുന്നത്. ഇസ്ലേം ദേവാലയത്തിൽ അന്തിക്രിസ്തുവിന്റെ ആദ്യത്തെ 3.5 വർഷത്തിൽ പണിയെന്ന് പറഞ്ഞല്ലോ, മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ 3.5 കൊല്ലത്തിന്റെ അവസാനത്തിന്റെ 1 മാസം മുമ്പാണ് അവിടെ ഇസ്ലേം ദേവാലയത്തില് അന്തിക്രിസ്തു അവന്റെ വിഗ്രഹം കൊണ്ടുവന്ന് വെക്കുന്നത്. ഉടമ്പടി ലംഘനമാണത്, അവിടെ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ സമയം മുതൽ അവസാനം വരെ, അന്തിക്രിസ്തുവിന്റെ അവസാനം വരെ 1290 ദിവസമാണെന്ന് പറയുന്നത്. അപ്പൊ 30 ദിവസം മുമ്പ് ഇവിടെ എടുത്തു കഴിഞ്ഞാൽ ഇത് 1260 ആണെങ്കിൽ ഇത് 30 ദിവസം കൂടിക്കൂട്ടി 1290 ആയില്ലേ. എന്നാൽ അടുത്ത വാക്യത്തിൽ പറയുന്നത് 1335 ദിവസത്തോളം കാത്തു ജീവിച്ചിരിക്കുന്നവൻ ഭാഗ്യവാൻ എന്നൊരു വാക്ക് പറയുന്നു. അപ്പൊ 1290 പിന്നെ 45 ദിവസം, 1.5 മാസം കൂടി കൂട്ടുമ്പോഴേ ഈ 1335 ആവുള്ളൂ. ആ 1.5 മാസം എവിടെ വരണേന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അന്തിക്രിസ്തുവിന്റെ അവസാനം കഴിഞ്ഞ് അന്തിക്രിസ്തുവിനെ തീപ്പൊയ്കയിൽ തള്ളിയിടുമല്ലോ, അപ്പൊ തന്നെ 1000 ആണ്ട് വാഴ്ച തുടങ്ങുകയാണ്. 1000 ആണ്ട് വാഴ്ച തുടങ്ങുന്ന സമയത്ത് ഇമ്മീഡിയറ്റ് ആയിട്ട് ബ്ലെസ്സിങ് മൊത്തത്തിൽ അങ്ങനെ ഉണ്ടാവില്ല. അത് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ടാണ് അത് വരുന്നത്. ഇത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഇവിടെയാണ് വരുന്നത്. 1000 ആണ്ട് വാഴ്ചയുടെ ആദ്യത്തെ 1.5 മാസം. ആ സമയത്ത് 1000 ആണ്ട് വാഴ്ചയിൽ വരുന്ന ആൾക്കാർ എന്ന് പറയുന്നത് ആരൊക്കെയാ? നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. റിസറക്റ്റഡ് ആൻഡ് റാപ്ചർഡ് സെയിൻസ് വരുന്നു. അത് കഴിഞ്ഞിട്ട് റെമനന്റ് ഇസ്രായേൽ വിത്തൗട്ട് ആന്റിക്രൈസ്റ്റ് സീൽ ആൻഡ് നേഷൻസ് വിത്ത് ആന്റിക്രൈസ്റ്റ് സീൽ ഗോ ടു 1000 years വിത്ത് ഫിസിക്കൽ ബോഡി. ആ ഫിസിക്കൽ ബോഡിയിലുള്ള ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. അവർക്കാണ് ഈ 45 ദിവസത്തെ ഒരു അവധി വെച്ചിരിക്കുന്നത്. അതായത് ഇങ്ങോട്ട് കടന്ന ഈ 2 കൂട്ടര് ഫിസിക്കൽ ബോഡിയായിട്ട് കിടന്ന ആൾക്കാരുണ്ടല്ലോ, ഇസ്രായേൽ ജനം രക്ഷിക്കപ്പെടുമെന്ന് പറഞ്ഞല്ലോ. ആ രക്ഷിക്കപ്പെടുന്ന ജനങ്ങളിൽ തന്നെ പലരും മുറിവേറ്റവരുണ്ടാവും. ആ മുറിവേറ്റ ആൾക്കാർ 45 ദിവസം വരെ ജീവിച്ചിരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ബാക്കിയുള്ള കാലങ്ങൾ ഈ 1000 ആണ്ട് വാഴ്ചയിൽ അനുഗ്രഹം പ്രാപിക്കാം. അതുപോലെ തന്നെ ഈ ജാതികളായാലും ഇവിടെ കിടക്കുന്നില്ല, അവർക്കും 45 ദിവസം ദൈവം ഒരു അവധി വെച്ചിരിക്കുക. അതിനുള്ള മരിച്ചു പോകുന്ന ആൾക്കാർക്ക് 1000 ആണ്ട് വാഴ്ചയിൽ അനുഗ്രഹങ്ങളില്ല. 1000 ആണ്ട് വാഴ്ച എന്നാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒരു കാലഘട്ടമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അത് നമുക്ക് എടുക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 6-ാമത്തെ. ഇത് 1-ാമത്തെ പുനരുത്ഥാനം. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാവുന്നു. അവരുടെ മേൽ 2-ാം മരണത്തിന് അധികാരമില്ല. അവർ 1000 ആണ്ട് വാഴും. 1-ാമത്തെ പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനും ആവുന്നു. ഈ 1-ാമത്തെ പുനരുത്ഥാനത്തിൽ ഈ ആത്മീയ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ വരുന്ന
ഭൗതിക മനുഷ്യർക്ക് ഇതുപോലെ തന്നെ അനുഗ്രഹങ്ങളുണ്ട്. 1000 ആണ്ട് വാഴ്ചയെപ്പറ്റി യെശയ്യാ പ്രവചനം, എസെക്കിയേൽ പ്രവചനം, യെരമ്യാവിന്റെ പ്രവചനത്തിലൊക്കെ വലിയ അനുഗ്രഹങ്ങളുള്ളതായിട്ട് അവിടെ പറയുന്നുണ്ട്. അതൊക്കെ നേരത്തെയുള്ള 20-ാം അധ്യായത്തിന്റെ വീഡിയോയിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ ഇതൊരു അനുഗ്രഹമുള്ള ഒരു കാലമാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അതാണ് ഈ കാര്യത്തിൽ എനിക്ക് പറഞ്ഞു തരാനുള്ളത്. ഇതെല്ലാം മർമ്മങ്ങളാണ്. ആരും നോക്കാത്ത കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് എനിക്കിത് കിട്ടിയത്. നിങ്ങൾക്കത് തരുന്നു.